സുഹൃത്തുക്കളെ, ഒരു പേര് പറയുമ്പോഴേ ഒട്ടാകെ അർത്ഥം വെക്കരുത്. ഉദാഹരണത്തിന് ഖുതുബുൽ ആലം എന്ന് മഹാനായ സിയുബലിയെ കുറിച്ച് പറയുമ്പോ മുതഅല്ലിമീങ്ങള് പണ്ട് അൽഫിയെ പഠിച്ചിട്ടുണ്ടാവും. അൽഫിന്റെ സറയിൽ അൽ ആലമു മാസിവൽ ബാരി, പടച്ചോനല്ലാത്തതിനൊക്കെ പറയുന്നതാണ് അൽ ആലം എന്ന പേര്. പടച്ചോനല്ലാത്ത എല്ലാരെയും കുത്തുബ് എന്നാണെന്നതിന് അർത്ഥം പറയരുത്. എന്താണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, അല്ലാത്തതൊക്കെ മാസിവൽ ബാരി, അത് ആലം എന്നുള്ള ആ ഒരു റേഞ്ചിൽ വരും, ആലത്തിൽ പെടും. അല്ലാത്തതൊക്കെ അള്ളാന്റെ സൃഷ്ടിയൊക്കെ ആലത്തിൽ വരും, അതിൻ്റെ ഒക്കെ കുത്തുബാണെന്നാണ് പറഞ്ഞാൽ അത് നമ്മൾ അന്ന് പറഞ്ഞതാണ്. ഇപ്പം ഇന്ന് പേരോട് പറയണു. അപ്പോൾ പേരോട് സത്യം പറഞ്ഞപ്പോൾ നൗഷാദിന് കുരുവെട്ടി. എന്തായാലും രണ്ടു കൂട്ടരും നേരത്തെ എന്താ പറഞ്ഞത്, സി എം മടവൂർ, മഹാനായ സി എം മടവൂർ എന്ന് പറഞ്ഞു പോലൊക്കെയാണ് പേരോടെ. നിങ്ങൾക്ക് മഹാനായിരിക്കും, ഞങ്ങൾക്ക് കണക്കാണ്. എന്തായാലും പേരോട് കുറച്ചും കൂടി പറഞ്ഞു നോക്കാം. നമുക്ക് വിചാരിക്കരുത് അതിന് ഖുതുബുൻ ഫിൽ ആലം, ലോകത്ത് ഒരു കുത്തുബ്. ഇപ്പോ മൂപ്പര് ന്യായീകരിക്കണം എന്താ അറിയോ, കുത്തുബുൽ ആലം നിങ്ങൾ പറയരുത്, കുത്തുബും ഫിൽ ആലം, ലോകത്ത് ഒരു നേതാവ് എന്ന് പറയണം. നിങ്ങൾ 4-3 ഏഴാളെ നേതാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ലോകത്തിന്റെ നേതാവ്, ലോകത്തുള്ള നേതാവ്, മലക്കുകളി നേതാവ്, ജിന്നുകളി നേതാവ്, സ്വർഗത്തിന്റെ നരകത്തിന്റെ ഒക്കെ അധിപനായിട്ടുള്ള നേതാവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം മൂപ്പര് പറഞ്ഞ എന്താ, ലോകത്തൊരു നേതാവ്. ആരെ? ഈ 4-3-7 ആളുകളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നേതാവായിക്കോളേം.